നിലമ്പൂരിൽ LDF, TMC, NDA സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. എം സ്വരാജ് നൂറുകണക്കിന് പ്രവർത്തകർക്കൊപ്പമാണ് പത്രികാ സമർപ്പണത്തിനെത്തിയത്. റോഡ് ഷോയായാണ് PV അൻവറും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും എത്തിയത്. ഒന്ന് പിടിച്ചിരിക്കണേ. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരിക്കട്ടെ എന്നും അപ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുകയെന്നും എം സ്വരാജ് പറഞ്ഞു. VD സതീശനും പിണറായി വിജയനും ഒരുമിച്ച് നാടിനെ പറ്റിക്കുകയാണെന്ന് PV അൻവർ ആരോപിച്ചു. നാടിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്ന നടപടികൾ ആര് സ്വീകരിച്ചാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു ജനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ LDFനുണ്ടാവും. അത് LDFന്റെ വിജയത്തിന് കൂടുതൽ തിളക്കമേറ്റും. ഇവരൊക്കെ മത്സരിക്കുന്നത് MLA ആവാനും നാളെ മന്ത്രിയാകാനും പിന്നീട് മുഖ്യമന്ത്രിയാകാനൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഒരു ജീവന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ്. ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാനുണ്ടാവില്ല. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ചപ്പോൾ അതിന്റെ ഏറ്റവും പീക്കിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുന്നു. വലിയ പോരാട്ടത്തിലേക്ക് മുന്നണികൾ കടക്കുന്നു. PV അൻവർ ഇന്ന് സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. ഒപ്പം തന്നെ എം സ്വരാജിന്റെ നിലപാട് കണ്ടതാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങിയുള്ള പരിപാടികളിലേക്കും കടക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഓരോ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി? എവിടെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ധന്യ, പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. PV അൻവറും അതോടൊപ്പം തന്നെ എം സ്വരാജും BJP NDA സ്ഥാനാർത്ഥിയൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക്, അതിൻ്റെ പീക്കിലേക്ക് നിലമ്പൂർ കടക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ PV അൻവറിൻ്റെ ഈ നിലപാടുകളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. രാവിലെ 11:30 ആദ്യം എം സ്വരാജാണ്, LDF സ്ഥാനാർത്ഥി എം സ്വരാജാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. പ്രവർത്തകരുടെ ഒപ്പം നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനായി എത്തിയത്. വിജയരാഘവൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, അതോടൊപ്പം തന്നെ PP സുനീർ, PK സേനാബ, മന്ത്രി V അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഭരണാധികാരിക്ക് മുമ്പിൽ എത്തിയത്. നിരവധി വരുന്ന പ്രവർത്തകർക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമതായി എത്തിയത് PV അൻവർ ആയിരുന്നു. 1:30 കൂടി അദ്ദേഹം ഇവിടേക്ക് എത്തി. നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു റോഡ് ഷോ, പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള റോഡ് ഷോയുമായാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഈ ചന്തക്കുന്നിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ഇപ്പുറമുള്ള താലൂക്ക് ഓഫീസിലേക്ക് എത്തിയത്. വലിയ തരത്തിലുള്ള ബാൻഡ് മേളങ്ങളുമൊക്കെ അകമ്പടിയോടെ വലിയ ആഘോഷമായാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം തന്നെ ആം ആദ്മി പ്രവർത്തകരും കൊടികളുമായി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി വരുന്ന തൊഴിലാളികളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടിയോട് കൂടിയായിരുന്നു അദ്ദേഹം ഇങ്ങോട്ടേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. അതിലെടുത്തു പറയേണ്ടത് അദ്ദേഹത്തോടൊപ്പം പത്രിക സമർപ്പിക്കാൻ ഉണ്ടായിരുന്നത് തൊഴിലാളികളായിരുന്നു എന്ന്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ കർഷകരും, വഴിയോര കച്ചവടക്കാരും, ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ആയിരുന്നു അതിൻ്റെ കൂടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. VD സതീശനെതിരെയും, പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തന്നെ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുകയും കുറച്ചധികം വൈകാരികമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അത്തരം കാര്യങ്ങൾ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വൈകാരികമായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇത് നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. തന്നെ VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തന്നെ ജീവൻ നിലനിർത്തണമെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. 2:30 കൂടിയാണ് NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക
സമർപ്പിക്കാൻ എത്തിയത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹം സംസ്ഥാന നേതാക്കൾക്കൊപ്പമാണ് എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, തുഷാർ വെള്ളാപ്പള്ളി, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അദ്ദേഹത്തെ നേതാക്കൾക്കൊപ്പം തന്നെ എത്തി വളരെ ആവശ്യത്തോടെ പ്രവർത്തകർക്ക് നേതാക്കൾക്കൊപ്പം എത്തി തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മുഴുവൻ നേതാക്കന്മാരും നാമനിർദ്ദേശ പത്രിക മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചെറുകിട പാർട്ടികളും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. ഇനി പൂർണ്ണമായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക്, പരസ്യ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഈ റോഡ് ഷോകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പ്രചരണങ്ങളും ഒക്കെയായി മണ്ഡലം ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക്, യഥാർത്ഥ ചൂടിലേക്ക് കടക്കുകയാണ്.